കണ്ണൂരിന്റെ വിശേഷങ്ങളുമായി ഇത് KL935 ആണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുണ്ട് RJ ജിത്തു. എന്റെ കൂടെ ഇന്ന് KL935 ജോയിൻ ചെയ്യുന്നു. ഹലോ, ഞാൻ ധനരേഖ. കണ്ണൂർ കൊറ്റാളി സ്വദേശിനിയാണ്. മ്യൂസിക് ഡയറക്ടറും മ്യൂസിക് ടീച്ചറുമാണ്. പ്രണയദിനത്തിൽ ഒരു ഗംഭീര ആൽബം റിലീസ് ചെയ്തല്ലേ? മിത്ര ഒരു പ്രണയചാരുത എന്നുള്ള ഒരു ആൽബം പ്രണയദിനത്തിൽ റിലീസ് ചെയ്തു. അതിന്റെ സംഗീതവും വിഷ്വൽ ഡയറക്ഷനും ചെയ്തിട്ടുള്ളത് ഞാനാണ്. ആൽബം ഞാൻ കണ്ടായിരുന്നു, നല്ല രസമുണ്ട്. എന്താണ് ഈ ആൽബം പറയുന്നത്? ഈ ഒരു ആൽബത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞങ്ങളൊരു 70-80 കാലഘട്ടത്തിലെ കഥയാണ് കാണിച്ചിട്ടുള്ളത്. അത് സമൂഹത്തിലേക്ക്, അന്നത്തെ പ്രണയത്തിന്റെ തീവ്രത സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം. കൂടാതെ ഇതിന്റെ പിന്നണിയിൽ ഒത്തിരി ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് വിഷ്വൽ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള വർക്കാണിത്. അപ്പം അതിൽ അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള സജിത് പ്രസന്നൻ, പ്രജിമ, അതുപോലെ തന്നെ ചൈൽഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് അമ്മു, കുഞ്ചു, അതുപോലെ തന്നെ പ്രസീത മട്ടന്നൂർ അമ്മ, അതുപോലെ തന്നെ പ്രേമലത അമ്മുമ്മ. പക്ഷെ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരാളുണ്ട്, ഇതിൻ്റെ ലിറിസിസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസർ ശ്രീ മധു കക്കാട്. അദ്ദേഹമാണ് ഒരു കവിത എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് സംഗീതം ചെയ്തു തരാമോ എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വർക്ക് നടക്കുന്നത്. ഇതിൻ്റെ സംഗീതത്തിലുപരി ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ വിഷ്വലാണ്. അതിന് നല്ലൊരു ക്ഷമയുള്ള ക്യാമറാമാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശ്രീ KT ശ്രീരാഗ് പള്ളിക്കുന്ന്. അദ്ദേഹം ആണ് സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുള്ളത്, പുള്ളിയാണ്. ഇതിൻ്റെ വർക്ക് വിഷ്വലിയാണ് ഏറ്റവും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഇത് വന്നിട്ടുള്ളതിൻ്റെ എല്ലാ ക്രെഡിറ്റും ശ്രീ KT ശ്രീരാഗിൽ അർപ്പിതമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ ആൽബം സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. എനിവേ, റെഡ് എഫ്എമ്മിൽ നിന്നും എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. നന്ദി, നമസ്കാരം. അപ്പോൾ യൂട്യൂബിൽ കാണാൻ മറക്കണ്ട, മിത്ര ഒരു പ്രണയ ചാരുത. ഇത് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കണ്ണൂരിന്റെ വിശേഷങ്ങളുമായി KL935. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.